ഫസ്റ്റ് ഡേ അവിടെ ഫിനിഷ് ചെയ്ത് രണ്ടാമത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അടിപൊളി അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പാർട്ട്മെന്റ് അല്ല, ഒരു വീടാണിത്. ഇതൊരു വീടാണ്. വീട് എന്ന് പറഞ്ഞാൽ 4-5 മുറികളുള്ള ഒരു വീടാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്. ലൈക്ക് ആരും ഇല്ല ഇവിടെ സത്യത്തിൽ. ഇവിടെ നമ്മൾ ഫുള്ളായിരിക്കുന്ന കരുതിയിട്ടാണ്, ഒരുപാട് ആൾക്കാരുണ്ടാവുന്ന കരുതിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ട്, ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര പീസ്ഫുൾ ആണ്. ഇതിപ്പം ഇവിടെ കാണുന്ന എല്ലാം നമ്മുടെയാണ്. നമ്മുടെ ഒരു ഹോമിലി ഫീൽ, നമ്മുടെ വീട്ടിൽ ചെന്നാൽ ഉണ്ടാവുന്ന ഒരു ഫീൽ, അതാണ് ഇവിടെ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തില്ലേ? പുറത്തുനിന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ആദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി, ഇതാണോ റിസോർട്ട് എന്നൊക്കെ. പിന്നെ അകത്ത് കയറിയപ്പോഴാണ് സമാധാനമായത്. ഇവിടെ എല്ലാ വീടുകളും അതുപോലെയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. പാരീസിൻ്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ അവസാനമൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ലോട്ടറി വിൽക്കാൻ ആളുകളുണ്ടെങ്കിൽ ഇവിടെ ലോട്ടറി വിൽക്കുന്നത് ഈ മിഷനകത്ത് നിന്നാണ് കേട്ടോ. നമ്മൾ മെയിൻ സിറ്റിയിലായിരിക്കും ചെന്ന് ബസ് ഇറങ്ങുക കേട്ടോ. ഞങ്ങൾ അവിടെ ഇറങ്ങി ചെന്നതും ഈ ഓരോ ടൈപ്പ് ഓഫ് ട്രാവലിംഗ് കാർഡുകളുണ്ട്. അതിന് ഫുള്ളി പാക്കേജിലാണ്. അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്. ബസ്, ട്രെയിൻ, അതുപോലെയുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ആളുകൾ റെപ്രസെൻറ്റേറ്റീവുകൾ നമ്മൾ ഫുൾ ഡേ ടിക്കറ്റ് എടുപ്പിക്കാൻ വേണ്ടി പരമാവധി നോക്കും. അതിന് ഞങ്ങളൊരു ഓപ്ഷൻ നോക്കിയപ്പോൾ തന്നെ 2 ഡേയ്സിന് നമുക്ക് വന്നത് 100 യൂറോ ആണ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. 100 യൂറോ എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയും ആവശ്യമില്ല. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അഫ്കോഴ്സ് അത് അങ്ങനെയാണ്. ബട്ട് ഈ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ജസ്റ്റ് 10 സെക്കൻഡ് 20 സെക്കൻഡിന്റെ പ്രൊസീജിയറേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും വേണ്ട. 20 സെക്കൻഡ്, മാക്സിമം 20 സെക്കൻഡൊക്കെ വേണ്ടി വരുന്നുള്ളൂ. ബിക്കോസ് അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത്രയും തിരക്കുള്ള സിറ്റിയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ പരിപാടികൾക്കും പിന്നെ മാക്സിമം അത്രയും വരുന്നുള്ളൂ. നമ്മൾ എവിടെ വരെ പോയാലും 2.5 യൂറോ ആണ് ആകെ വരുന്ന എക്സ്പെൻസ്. സോ നമ്മൾ ഈ പാക്കേജ് ആയിട്ട് എടുക്കുന്ന ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ഭയങ്കര നഷ്ടമുള്ളൊരു പ്രോസസ്സ്. നമുക്ക് ഒരുപാട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ യൂസ്ഫുൾ ആണ്. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് പോയി വരാം. അത്ര ഒരു അഡ്വാൻറ്റേജ് പേഴ്സണലി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് ഞങ്ങൾക്ക് ആകെ വന്നൊരു എക്സ്പെൻസ് ഈ 2 ദിവസത്തിന് ട്രാവലിംഗ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 20 യൂറോ ഒക്കെയാണ് വന്നത്. ആക്ച്വലി അതിൽ കാണിച്ചിരുന്നത് ഒരാൾക്ക് പെർ പേഴ്സണ് 50 യൂറോ ഒക്കെയാണ് കാണിച്ചത്. അപ്പം അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല. ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലും ചെന്ന് 2 യൂറോ കൊടുത്ത് ടിക്കറ്റ് എടുക്കുക തന്നെയാണ്. അത് മെഷീൻ ടിക്കറ്റ് ആണ്. മെഷീന് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. അത്രയും ചെറിയൊരു പ്രോസസ് ആയിരുന്നു അത്. ഈ മെഷീനകത്തു നിന്നാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇതിനകത്തുനിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ട്രാൻസ്പോർട്ടിലും കയറി പോകും.
ഇവിടെ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ട കാഴ്ച. ഭയങ്കര ക്രൗഡുള്ള ഒരു സിറ്റി അല്ലേ. ഇവിടെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്ന മെട്രോ സ്റ്റേഷൻ. ഇതൊരു മെട്രോ സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഇത്രയും വലിയൊരു സ്റ്റേഷൻ കണ്ടാൽ തന്നെ അറിയാം എന്തൊരു വലിയ സിറ്റിയാണ് പാരീസ് എന്നുള്ളത്. ഇതുപോലെയുള്ള നൂറുകണക്കിന് സ്റ്റേഷൻസ് ഉണ്ട് ഇവിടെ. ക്രിസ്മസിനോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സ്റ്റാളുകളാണ് കേട്ടോ ഇതെല്ലാം. ഇതുപോലെ എല്ലാ ഏരിയയിലും ഇങ്ങനെയുള്ള സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഇത് കണ്ടപ്പോൾ ആദ്യം തോന്നിയത് നമ്മുടെ നാട്ടിലെ എക്സിബിഷൻ സ്റ്റാളുകൾക്ക് സമാനമായ രീതിയിലുള്ള സ്റ്റാളായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ് എന്തോ ആണ് കേട്ടോ. കഴിച്ചിട്ട് എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. എല്ലാത്തിനും അവരവിടെ നമുക്ക് ഒരു സാമ്പിൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും തരുമോ? ഈ പാവം അമ്മൂമ്മയെ പറ്റിച്ച് ഞങ്ങൾ കുറച്ച് സാമ്പിളൊക്കെ കഴിച്ച് പുള്ളിക്കാരനെ പറ്റിക്കേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ. പോയി തിരിച്ചു വരാം എന്ന് പറഞ്ഞ് പുള്ളിയുടെ അടുത്തുനിന്ന് പോയിട്ട് ഞങ്ങൾ പിന്നെ ആ വഴിക്ക് വന്നതേ ഇല്ല. പുള്ളിക്കാരിയാണെങ്കിൽ നിർബന്ധിച്ചതല്ല, എന്നെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. എവിടെ നോക്കിയാലും കൂറ്റൻ ബിൽഡിങ്ങുകളാണ്. അതെല്ലാം തന്നെയും പഴയ മാതൃകയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോരുന്ന ബിൽഡിങ്ങുകളായിരുന്നു. പാരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പാരീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മൾ കാണുന്നതിന് മുന്നേ വരെയുള്ള പാരീസ് നമ്മുടെ മൈൻഡിൽ നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പറഞ്ഞത് പാരീസ് ഈസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ, അവിടെ ഭയങ്കരമായിട്ട് റോബറീസ് നടക്കും, നമ്മൾ ഭയങ്കരമായിട്ട് ഒട്ടും സേഫ് അല്ലാത്തൊരു സിറ്റിയാന്നൊക്കെ ആയിരുന്നു നമ്മളോട് പറഞ്ഞത്. ഒരുപാട് പിന്നെ ഒട്ടും വൃത്തിയില്ല എന്ന് വെച്ചാൽ അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. സോ ഒബിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നോക്കി ഒട്ടും സേഫ് അല്ല. നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ബാഗ് പിടിച്ചു കെട്ടി നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ വേറൊരു ഫയലിനകത്താക്കി നമ്മൾ അത് സേഫ് ആക്കി അങ്ങനെ ഒരു പേടിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എൻട്രി അങ്ങനെയായിരുന്നു കേട്ടോ. പാരീസിലോട്ട് കടക്കുന്നത് തന്നെ അങ്ങനെയായിരുന്നു. അതിനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. എന്താ വെച്ചാൽ അത്രയും തിരക്കുള്ള ഒരു സിറ്റിയാണ്. ഈവൻ മെട്രോയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെ കയറിയാലും നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. തൊട്ട് നമ്മുടെ നാട്ടിലേക്ക് പോലെ ഡൽഹിയൊക്കെ പോലെ തന്നെ അത്രയും തിരക്കുള്ള ഒരു സിറ്റിയാണ്. ആളുകൾ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതായിരുന്നു ഫസ്റ്റ് നമ്മുടെ മൈൻഡിലുള്ള ഒരു പാരീസ്. ബട്ട് ഇതിനൊക്കെ തകർത്തുകൊണ്ടായിരുന്നു പാരീസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. പാരീസ് അങ്ങനെയായിരുന്നു, അതൊന്നും അല്ല പാരീസ്. മേ ബി പണ്ട് അങ്ങനെ ആയിരുന്നിരിക്കാം. ഈവൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോസിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പാരീസ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു നഗരമാണെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ടു ബി ഹോണസ്റ്റ് നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു പാരീസ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പാരീസ് പൊതുവെ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ലവ്, സിറ്റി ഓഫ് ഫാഷൻ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് പാരീസ്. പക്ഷെ എന്റെ കണ്ണിൽ കൂടുതലായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം കൺസ്ട്രക്ഷൻസ് ആണ്. അവിടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടീസ് ആണ്. എന്ത് മനോഹരമായിട്ടാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ബിൽഡിംഗ് പോലും വെറുതെ അങ്ങ് പണിതതല്ല. എല്ലാത്തിനകത്തും ചിത്രപ്പണികളും കുത്തുപണികളൊക്കെ ഒരുപാട് ഹൈറ്റിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലാണ് ഒരു ബിൽഡിങ്ങുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു ഇവിടെ എന്തിനായിരിക്കും ഇതിന്റെ പുറകിലുള്ള ഹിസ്റ്ററി എന്താന്നൊക്കെ നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. കുറച്ചധികം നേരം നമ്മൾ എത്തത്തില്ല. നമ്മളെങ്ങനെ നടന്ന് നമ്മളെങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മളിതിന്റെ എക്സൈറ്റ്മെന്റിൽ ഓടിക്കഴിഞ്ഞാലും ഓവറോൾ നമുക്കൊരു ദൈവം കണ്ടു തീർക്കാൻ പറ്റില്ല. അതാണ് പാരീസിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. പിന്നെ ഒരുപാട് നമ്മൾ ചിന്തിച്ചു വരികയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയ മുതലൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും.
അതിന് തോന്നുന്നു കുറച്ച് വിഷമമുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഭംഗിയാണ്. എന്തോ ഒന്നുണ്ട് പാരീസിൽ ശരിക്കും വിസിറ്റ് ചെയ്യാനാണെങ്കിൽ. ഭംഗിയിൽ നമുക്ക് കണ്ടിങ്ങനെ നടന്ന് കാണാനുള്ള അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് കണ്ടുപോകാനുള്ള ഒരു വലിയ സിറ്റിയാണ്. ഞങ്ങളിപ്പം ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഞങ്ങൾ ഫുൾ ഓവറോൾ കണ്ടു തീർത്തിട്ടില്ല പാരീസ്. അതാണ് പാരീസ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് എവിടേക്കാണെന്നറിയോ? അതിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഈഫിൽ ടവറിന്റെ താഴെ എത്തിയപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അതിന് മുന്നും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ കേട്ടോ. അത് ഫസ്റ്റ് ലുക്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം, എന്തോ ഒരു നിർവൃതിയൊക്കെ കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ അതങ്ങനെ കണ്ടു വന്നപ്പം ഞാൻ പിന്നെ ആലോചിച്ചത്, ഇതൊരു അയൺ റോഡ്, മനുഷ്യനിർമ്മിതിയായിട്ടുള്ള ഒരു അത്ഭുതം. എങ്ങനെയാണ് അതൊക്കെ പണിതിരിക്കുന്നത് എന്നുള്ളൊരു അത്ഭുതം തന്നെയാണ്. അതുപോലെ തന്നെ എന്തിനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കും. നമ്മൾ ഈഫിൽ ടവർ എന്തിനാ പണിതിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാല് ഫ്രഞ്ച് റിവോല്യൂഷന്റെ 100ാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഈഫിൽ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഹിസ്റ്ററി കേട്ടോ. താഴെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓൾമോസ്റ്റ് ഇതാണ് ഈഫിൽ ടവർ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് അതിനകത്ത് കയറണമെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട്. നോർമലി ഉണ്ടാവുമല്ലോ, എല്ലാ അത്ഭുതങ്ങൾക്കും അതിനൊരു സെക്യൂരിറ്റി വേണമല്ലോ. ഭയങ്കര സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആംഡ് ആയിട്ടുള്ള ആർമിക്കാരും പോലീസുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സംഭവം കേട്ടോ. ഭയങ്കര രസമായിരുന്നു ആ കാഴ്ചയൊക്കെ കാണാനായിട്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുറ്റി കറങ്ങി ഈഫിൽ ടവറിനെ കാണുന്ന ഒരു 2 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും ചുറ്റളവുണ്ട് അതിന്റെ താഴ്ഭാഗം തന്നെ. അത്രയും നമുക്ക് ഫോട്ടോയിൽ കാണുന്ന അത്ര ഒരു ഫീൽ അല്ല, നേരിട്ട് കാണുമ്പോൾ നമുക്ക് എത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എത്തില്ല, അതുപോലെ ഒരു ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ആ ലോകാത്ഭുതത്തിൻ്റെ അടുത്തടുത്ത് എത്തുന്തോറും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. താഴെ എത്തിയത് ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യം ഞങ്ങൾ വീട്ടുകാരെ വീഡിയോ കോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടുകാരെ വിളിച്ച് ഈ അത്ഭുതം ഒന്ന് ഫോണിലൂടെയെങ്കിലും അവരെ കാണിക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു ഞങ്ങൾക്കപ്പോൾ.
ഇതാണ് കേട്ടോ പാരീസിലെ റിക്ഷ. പുള്ളി സ്വയം പറയുന്നതാണ് പുള്ളി റിക്ഷയാണെന്ന്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പാരീസ് സിറ്റി ഫുള്ള് കാണാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു വീഡിയോ മതിയായിരിക്കും കേട്ടോ. കണ്ടോ, ആ ഹെലികോപ്റ്റർ പോകുന്നത് പോലും ഈഫിൽ ടവറിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ കൂടെയാണ്. ഈഫിൽ ടവറിന് താഴെ 24 മണിക്കൂറും പാരീസിലെ പല ഡിപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഗാർഡ് അവിടെ ഉണ്ടാവും കേട്ടോ. എല്ലാ ഫോഴ്സിലെയും ആളുകളും അവിടെ ഉണ്ട്. പോലീസുകാരും ആർംഡായിട്ടുള്ള ആർമിക്കാരും എല്ലാവരും ഉണ്ടാവും. Du 69, direction Gambetta. ഈഫിൽ ടവർ ഫുള്ളി കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അങ്ങ് വയ്യാതായിട്ടോ. അതുപോലെ നമുക്ക് നടക്കാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പം ഒരു ഏരിയയിൽ ഫുള്ളി റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഇസ്താംബുൾ, തുർക്കി, അങ്ങനെ ഒരുപാട് കൺട്രീസിലെ വെറൈറ്റി ഓഫ് ഫുഡ്സ് അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെയുള്ള ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നും അന്നേരം കണ്ടില്ല. ബിക്കോസ് അന്ന് എനിക്ക് ഭയങ്കര ക്രേവിംഗ് ആയിരുന്നു. പുറത്തെവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഭക്ഷണത്തിന്റെ ഒരു ക്രേവിംഗ് ഉണ്ടാവും. അത് നമുക്ക് എല്ലാ മലയാളികൾക്കും ഉണ്ടാവും. അതുപോലെ എനിക്ക് തോന്നുന്നു. ലൈക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അരിഭക്ഷണം തപ്പി ഇറങ്ങിയപ്പോൾ എനിക്കൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഫൈൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടത്. നമ്മൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനൊരു ഷ്രംപ് സാലഡ് ഓർഡർ ചെയ്തു. ലൈക്ക് അതിനകത്തൊരു ഷ്രംപിന്റെ ജസ്റ്റ് പീസസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് എന്തൊക്കെയോ വെജിറ്റബിൾസ്. അത് ഞാൻ ഒരിക്കലും ടേസ്റ്റ് ചെയ്യാത്തൊരു തരം വെജിറ്റബിൾ ആയിരുന്നു. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ആ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. ആ ഷ്രംപ് ആക്ച്വലി പച്ചക്കായിരുന്നു. എനിക്കത് ഭയങ്കര വിയർഡായിട്ട് തോന്നി. എനിക്കത് അങ്ങനെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് എക്സ്പീരിയൻസ് എനിക്ക് അന്ന് കിട്ടിയിട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വെറൈറ്റി ആയിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് പെട്ടുപോയ അവസരം ഉണ്ടോ? അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. Interrogatoire, diagnostic. Mais malgré tout, la mienne, elle a fait des trop modernes. Elle a fait un truc sur le diaprotine. Ah oui, c'est un petit peu. Mais malgré en France et diplôme, comme dit ma fille, on accueille les moins simples et on en expatrie les plus simples. Après. ഈ ഡിന്നറോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ഓൾ.